Hello friends, welcome back to Easy Study. ഇന്ന് നമുക്ക് നെയിംസ് ആൻഡ് നെയിംസിൻ്റെ നെക്സ്റ്റ് പാര നോക്കാം. There were 24 students in grade 1. കുഞ്ഞു ചിരുത was not only the non-American student in her class. In fact, nearly half the students belonged to immigrant families. They were students from Canada, Mexico, Italy, the UAE, Egypt and China. കുഞ്ഞു ചിരുത was the only Indian. അപ്പോൾ കുഞ്ഞു ചിരുത ഏത് ക്ലാസ്സിലാണ്? ഗ്രേഡ് 1-ലാണ് അല്ലേ. ദേ വെയർ 24 സ്റ്റുഡൻസ്, ആകെ 24 സ്റ്റുഡൻസ് ആയിരുന്നു ഗ്രേഡ് 1-ൽ. കുഞ്ഞു ചെറുത വാസ് നോട്ട് ഓൺലി നോൺ അമേരിക്കൻ, അമേരിക്കയിലാണ് ഇവൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അമേരിക്കൻ കുട്ടികൾ മാത്രമല്ല, അവരുടെ ക്ലാസ്സിൽ ഒരുപാട് നോൺ അമേരിക്കൻ, അമേരിക്കയിൽ താമസിക്കാതെ അവിടെ വന്നിട്ടുള്ള വേറെ രാജ്യത്തുള്ള കുട്ടികളും പഠിച്ചിരുന്നു. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ്, ഏകദേശം പകുതിയോളം കുട്ടികളും ബിലോങ് ടു ഇമിഗ്രൻറ്റ് ഫാമിലീസ്, പകുതി കുട്ടികളും പല രാജ്യത്തിൽ നിന്ന് വന്ന ഫാമിലിയിൽപ്പെട്ട കുട്ടികളായിരുന്നു. അത് ഏതൊക്കെ രാജ്യമാണെന്ന് നോക്കാം. ദേ വേ സ്റ്റുഡൻസ് ഫ്രം കാനഡ, മെക്സിക്കോ, ഇറ്റലി, ദ UAE, ഈജിപ്റ്റ് ആൻഡ് ചൈന. പല പല രാജ്യങ്ങളിൽ നിന്നായിരുന്നു കുട്ടികൾ വന്നത്. കുഞ്ഞു ചെറുത വാസ് ദ ഓൺലി ഇന്ത്യനായിട്ട്, അതായത് മലയാളി കുട്ടിയായിട്ട് ഇന്ത്യനായിട്ട് കുഞ്ഞു ചെറുത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം പല പല വേറെ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. കുഞ്ഞു ചിരുത had come across many Indians on the streets. She had a pleasant surprise when she met Prakash. Prakash ran a confectionery near her school. Kunju Chirda thought he looked remarkably her uncle, Harish. Only Prakash looked a lot older. Only Prakash looked a lot older, almost as old as Muttasan. He had gazed curiously at her the first time she bought some candy from the store. എന്താണ് നെക്സ്റ്റ് പാരയിൽ പറയുന്നത്? കുഞ്ഞു ചിരുത ഹാഡ് കെയിം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്. അവൾ ഒരുപാട് ഇന്ത്യക്കാരെ അവളുടെ സ്ട്രീറ്റ്സിൽ നിന്ന് അവൾ അങ്ങോട്ട് പോകുന്നത് കാണാറുണ്ടായിരുന്നു. ഷീ ഹാഡ് എ പ്ലസൻറ്റ് സർപ്രൈസ് വെൻ ഷീ മെറ്റ് പ്രകാശ്. അവിടെ പ്രകാശ് എന്ന ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു, സന്തോഷമായിരുന്നു. പ്രകാശ് റാൻ എ കൺഫെക്ഷണറി നിയർ ഹർ സ്കൂൾ. പ്രകാശ് ആരാണ്? പ്രകാശ് അവളുടെ സ്കൂളിൻ്റെ അടുത്തായിട്ട് ഒരു കൺഫെക്ഷണറി, ഒരു ഷോപ്പ് നടത്തിയിരുന്ന ഒരാളായിരുന്നു. പ്രകാശ് റാൻ എ കൺഫെക്ഷണറി നിയർ ഹർ സ്കൂൾ. കുഞ്ഞു ചെറുത തോട്ട് ഹീ ലുക്ക് റിമാർക്കബ്ലി ലൈക്ക് ഹർ അങ്കിൾ. അവളുടെ അങ്കിളിനെ പോലെ അവൾക്ക് തോന്നിയിരുന്നെങ്കിലും പക്ഷേ പ്രകാശ് കുറച്ചും കൂടി വയസ്സായ പോലെയായിരുന്നു അപ്പിയറൻസ് കാണാൻ. ഓൾമോസ്റ്റ് ഓൾഡ് ആസ് മുത്തശ്ശൻ, അതായത് മുത്തശ്ശനെ മാതിരി നല്ല ഓൾഡായിരുന്നു. ഹി ഹാഡ് ഗേസ്ഡ് ക്യൂരിയസ്ലി അറ്റ് ഹെർ. എപ്പോഴും അദ്ദേഹം കുഞ്ഞു ചുരുതി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ദ ഫസ്റ്റ് ടൈം ഷീ ബോട്ട് സം കാൻഡീസ് ഫ്രം ദ സ്റ്റോർ. അവളെ നോക്കിയിരുന്നു. He had gazed curiously at her the first time she bought some candy from the store. All her classmates called him Mr. Prakash. എല്ലാവരും അമേരിക്കയിലൊക്കെ പേരാണ് വിളിക്കുക മിക്കവാറും. ചിലപ്പോൾ അങ്കിൾ എന്ന് വിളിക്കും. കുട്ടികളൊക്കെ എന്താണ് വിളിച്ചത്? മിസ്റ്റർ പ്രകാശ്. ഇത്രയും ഓൾഡായിട്ടുള്ളവരും പേരായിരുന്നു മിസ്റ്റർ പ്രകാശ് എന്നാണ് വിളിച്ചിരുന്നത്. കുഞ്ഞു ചെറുതാ തോട്ടിട്ടുള്ളൂ. അത് കുഞ്ഞു ചെറുതൊക്കെ അത് കേട്ടപ്പോൾ അതൊരു കുറച്ച് ഹാഷായിട്ട് തോന്നി. കാരണം അങ്ങനെ വിളിക്കുന്നത് അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്ക് ഹോം ഇൻ കേരള ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. നാട്ടിലായിരുന്നെങ്കിൽ അവൾ പ്രകാശ് അങ്കിൾ എന്നായിരുന്നു വിളിക്കുക. ദ നെക്സ്റ്റ് ടൈം ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ പ്രകാശ് പാറ്റഡ് ഹർ അഫെക്ഷനേറ്റ്ലി ഓൺ ഹർ ഹെഡ്. പിന്നെ നെക്സ്റ്റ് ടൈം അവൾ സ്റ്റോറിലേക്ക് സാധനം വാങ്ങാൻ പോയപ്പോൾ പ്രകാശ് അന്ന് തലയിൽ സ്നേഹത്തോടെ പാറ്റ് ചെയ്തു, അതായത് തലോടി. വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ? പേരെന്താണെന്നാണ് ഉദ്ദേശിച്ചത്. മോളെ എന്താണ് വിളിക്കാറ്, ആൾക്കാർ എന്താണ് വിളിക്കാറെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറയും കുഞ്ഞു ചെറുത. പ്രകാശ് ഐസ് വൈഡൻഡ്. അപ്പോഴയാൾ ആ കണ്ണ് അങ്ങനെ പെട്ടെന്നൊരു അത്ഭുതം പോലെ കുഞ്ഞു ചെറുത വാസ് ഡിലൈറ്റഡ്. കുഞ്ഞു ചെറുതൊക്കെ ഭയങ്കര സന്തോഷം. എന്തിനായിരിക്കും സന്തോഷമുണ്ടായത്? കാരണം അറിയാലോ, അവളുടെ പേര് അവിടെ ആരും ശരിയായിട്ട് ഉച്ചരിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. ഈ പ്രകാശ് മാത്രമായിരിക്കും. നോക്കാം എന്തുകൊണ്ടാണെന്ന്. കുഞ്ഞു ചെറുത വാസ് ഡിലൈറ്റഡ്. വളരെയധികം സന്തോഷം തോന്നി. പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂ ജേഴ്സി. അത് തന്നെ കാരണം ന്യൂ ജേഴ്സിയിൽ അവളുടെ കുടുംബത്തിലുള്ള അല്ലാതെ പുറത്തു നിന്ന ഒരാൾ ആദ്യമായിട്ടാണ് അവളെ
അവളുടെ പേര് നല്ല വൃത്തിയായിട്ട് വിളിച്ചത്. ഷീ നോഡഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. അവൾ കുഞ്ഞു ചെറുതാന്ന് പേര് അത്ഭുതത്തോടെ ചോദിച്ചല്ലോ. അപ്പോഴവൾ അതേ എന്ന് പറഞ്ഞ് തലയാട്ടിയിട്ട് അദ്ദേഹത്തെ നോക്കി നിന്നു. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത? ഹി വണ്ടേർഡ് ലൗഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്ഭുതപ്പെട്ടത് പ്രകാശ് അങ്കിള്? കുഞ്ഞിച്ചിരുത എന്ന പേര് കേട്ടിട്ടില്ലേ? ഇപ്പോഴും കുഞ്ഞിച്ചിരുത എന്ന പേരൊക്കെ ഉണ്ടോ? പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുതാസ് നെയിം. She had faced the question several times after she became old enough to talk about it. Of course, she knew very well how she got her name. So, she told him about her great-grandmother, who became a school teacher at the age of 18. She had only seen a fading photograph of her great-grandmother. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുദാസ് നെയിം. കുഞ്ഞിച്ചിരുതയുടെ പേര് കേട്ടിട്ട് പ്രകാശ് ആദ്യത്തെ മനുഷ്യനൊന്നും ആയിരുന്നില്ല. ഒരുപാട് പേര് ഇതേ സംശയം ചോദിച്ചിരുന്നു. അവൾ അവൾ സംസാരിക്കാൻ തുടങ്ങിയ മുതലേ അവൾ അത് കേട്ടിട്ടുള്ളതായിരുന്നു. ഷീ ഹാഡ് ഫേസ് എ ക്വസ്റ്റ്യൻ സെവറൽ ടൈംസ് ആഫ്റ്റർ ഷീ ബിക്കേം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഓഫ് കോഴ്സ് ഷീ ന്യൂ വെരി വെൽ ഹൗ ഷീ ഗോട്ട് ഹർ. അവൾക്ക് അറിയാം എങ്ങനെയാണ് അവൾക്ക് പേരിട്ടത്. ഷീ ടോൾഡ് ഹിം അബൌട്ട് ഹർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അവളുടെ ഗ്രാൻഡ് മദറിനെ കുറിച്ച് പറഞ്ഞു. അവളുടെ ഗ്രാൻഡ് മദർ who became a school teacher at the age of 18. 18 വയസ്സിൽ തന്നെ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു അവളുടെ ഗ്രാൻഡ് മദർ. ഷീ ഹാഡ് ഓൺലി സീൻ എ ഫീഡിങ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹർ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ ഒരു ഫീഡിങ് ഫോട്ടോഗ്രാഫ് മാത്രമായിരുന്നു അവൾ കണ്ടത്. ഗ്രേറ്റ് ഗ്രാൻഡ് മദറാണ്, മുതുമുത്തശ്ശിയാണ്. കുഞ്ഞിച്ചിരുത later learned from Amma that Prakash belonged to a village not far from her town. He had arrived in America almost half a century ago. അപ്പോൾ കുഞ്ഞിച്ചിരുത അമ്മയോട് പ്രകാശ് അങ്കിളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ആ പ്രകാശ് എന്ന് പറഞ്ഞ ആൾ അവളുടെ നാട്ടിൽ തന്നെയാണ്. പക്ഷേ അദ്ദേഹം അമേരിക്കയിൽ വന്നിട്ട് ഹാഫ് എ സെഞ്ചുറി ആയി, കുറേ വർഷമായി. A few days before the spring break, a girl named Antoinette took admission in Kunjichiruda's class. She was from a city called Marseilles in France. Her mother was working in a multinational company. She was given a new project in New Jersey. So the family has relocated. അപ്പോഴെന്താണ് സംഭവിച്ചത്? കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് a few days before the spring ബ്രേക്കിന് അവിടെ സ്പ്രിങ്ങിന് സ്കൂള് അവധിയായിരിക്കും. സ്പ്രിംഗ് ബ്രേക്ക് a girl named Antoinette took her admission in Kunjichiruda's class. കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ ഒരു പുതിയ കുട്ടി വന്നു. She was from a city called Marseilles in France. ഫ്രാൻസിൽ നിന്നുള്ള കുട്ടിയായിരുന്നു. അവളുടെ അമ്മ, her mother was working in a multinational company. ഇപ്പോൾ ഒരു പ്രോജക്റ്റുമായിട്ട് അവൾ ന്യൂജേഴ്സിയിലേക്ക് വന്നതാണ് ഫ്രാൻസിൽ നിന്ന്. അങ്ങനെ അവർ ഈ സ്കൂളിലേക്ക് കുട്ടിയെ ചേർത്തു. സോ ദ ഫാമിലി ഹാസ് റീലൊക്കേറ്റഡ്. അവിടെ അവർ താമസിക്കാൻ തുടങ്ങി. Antoinette and Kunjichiruda soon became friends. അവർ വേഗം ഫ്രണ്ട്സായി. Kunjichiruda was amused to find that her classmates and teachers had trouble pronouncing Antoinette's name too. Most of them pronounced it as Antoinette. But Kunjichiruda learned from Antoinette that the name ought to be pronounced Antoinette. Kunjichiruda tried to say it that way. She found to her surprise that she got it right after a few trials. She was equally surprised to find Antoinette pronouncing her name fairly well, especially the N. Kunjichiruda's N എന്ന word. Antoinette visited Kunjichiruda at her home a few days later. Kunjichiruda found to her amusement that Amma could not say Antoinette's name right, so she had become her mother's language teacher for a moment. ഓക്കെ, ഈ പാരയിൽ എന്താ പറയുന്നത്? ശരിക്കും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ ആൻറ്റോണിയറ്റ് എന്നല്ല ആ കുട്ടിയുടെ പേര് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ശരിക്കും ഓങ്ട്വാനെറ്റ് എന്നാണ്. ആ സ്പെല്ലിങ് പോലെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. ഓങ്ട്വാനെറ്റ് എന്നാണ് ആ കുട്ടിയുടെ പേര് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ആൻറ്റോയിനെറ്റ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. കാരണം അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള പേരായിരുന്നു, കുഞ്ഞിച്ചിരുതയുടെ പോലെ തന്നെ. അങ്ങനെ ഓങ്ട്വാനെറ്റ് ആൻഡ് കുഞ്ഞിച്ചിരുത സൂൺ ബിക്കെയിം ഫ്രണ്ട്സ്. അവർ രണ്ടാളും ഫ്രണ്ട്സായി. കുഞ്ഞിച്ചിരുത വാസ് അമേസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ഹർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹാഡ് ട്രബിൾ പ്രൊനൗൺസിങ്
ഓങ്ടോനെറ്റ് നെയിം ടു. അവളുടെ പേരും കുഞ്ഞിച്ചിറുതയുടെ പേര് പോലെ തന്നെ ക്ലാസ്മേറ്റ്സും ടീച്ചറും പ്രൊനൗൺസ് ചെയ്യാൻ കഷ്ടപ്പെട്ടിരുന്നു. അവരെല്ലാവരും എന്താണ് പ്രൊനൗൺസ് ചെയ്തത്? മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ്ഡ് ഇറ്റ് ആസ് ആൻറ്റോയിനെറ്റ്. അങ്ങനെയാണ് അവരെല്ലാം വിളിച്ചിരുന്നത്. ബട്ട് കുഞ്ഞിച്ചിറുതനൊക്കെ അവൾ ശരിക്കും പറഞ്ഞു കൊടുത്തു എങ്ങനെയാണത് പ്രൊനൗൺസ് ചെയ്യാം. അതാണ് ഓങ്ടോനെറ്റ്. കുഞ്ഞിച്ചിറുത ട്രൈഡ് ടു സേ. അപ്പോൾ ട്രയൽ കൊണ്ട് അവൾ അത് ശരിയാക്കി. കുഞ്ഞിച്ചിറുത കൃത്യമായിട്ട് പേര് പറയാൻ തുടങ്ങി. ഷി വാസ് ഈക്വലി സർപ്രൈസ് ടു ഫൈൻഡ് ഓങ്ടോനെറ്റ് പ്രൊനൗൺസിങ് ഹർ നെയിം ഫെയർലി വെൽ. അവൾ തിരിച്ചും കുഞ്ഞിച്ചിറുതയുടെ പേര് നല്ലവണ്ണം പ്രൊനൗൺസ് ചെയ്യാൻ തുടങ്ങി. എസ്പെഷ്യലി ആ കുൻഹി എന്നുള്ളത് കുഞ്ഞി അങ്ങനെ പറയാൻ തുടങ്ങി. ആൻഡ് ഓങ്ടോനെറ്റ് വിസിറ്റഡ് കുഞ്ഞിച്ചിറുത അറ്റ് ഹർ ഹോം എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. അവൾ കുഞ്ഞിച്ചിറുതയുടെ വീട് വിസിറ്റ് ചെയ്തപ്പോഴും അമ്മക്ക് പിന്നെ ഓങ്ടോനെറ്റിൻ്റെ പേര് കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കുഞ്ഞിച്ചിറുത ഫൗണ്ട് ടു ഹർ അമ്യൂസ്മെൻറ്റ് ദാറ്റ് അമ്മ കുഡ് നോട്ട് സേ ഓങ്ടോനെറ്റ് നെയിം റൈറ്റ്. അപ്പോഴവൾ എന്താ ചെയ്തത്? സോ ഷീ ഹാഡ് ടു ബിക്കെയിം ഹർ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചർ ഫോർ എ മൊമെൻറ്റ്. അമ്മയുടെ ഒരു ലാംഗ്വേജ് ടീച്ചർ, അതായത് പേര് അമ്മക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു.